ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ട്ടോ. അപ്പോൾ ഇന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ഇല ഏതാണെന്നറിയാമോ? നീലയമരിയില കേട്ടോ. നീലയമരിയില ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇലയും അതിൻ്റെ ഉപയോഗങ്ങളുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നീലയമരിയില. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു ഇലയാണിത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇലയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു തൈ നമ്മൾ വെച്ച് പിടിപ്പിച്ചത് കേട്ടോ. നമുക്ക് മെയിനായിട്ട് നമ്മുടെ മുടി വളരാൻ അടിപൊളിയായിട്ടുള്ളൊരു ഇലയാണിത്. നമ്മുടെ എണ്ണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഇടും. പിന്നെ നര മാറാനും, മുടിയൊക്കെ അകാല നരയൊക്കെ ഉണ്ടാവുമല്ലോ, നരയൊക്കെ മാറാനും മുടി നന്നായിട്ട് കറുക്കാനും മുടി വളരാനും യൂസ് ചെയ്യുന്നൊരു ഇലയാണത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് കുറച്ച് നാൾ മുന്നേ എടുത്ത് ഉണക്കി വെച്ച ഇല കേട്ടോ. കണ്ടോ, ഉണങ്ങി കഴിയുമ്പോൾ അതിനൊരു നീല കളർ ഇപ്പം തന്നെ കാണാം. ഒരു ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു നീല നിറം ആവും ആ ഇലയ്ക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേപ്പിലയും പിന്നെ ഉള്ളി, കറ്റാർ വാഴ ഇതൊക്കെ അരിഞ്ഞ് ഉണക്കി എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഇല ഇങ്ങനെ ഒത്തിരി ആകുമ്പോൾ നമ്മളിങ്ങനെ ഉണക്കി എടുത്ത് വെക്കും. പിന്നീട് നമുക്ക് എണ്ണ കാച്ചാലോ. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് ഉണങ്ങിയിരിക്കുന്നതാണ്. കണ്ടോ, ഇപ്പം തന്നെ നമ്മളൊന്ന് കയ്യിലിട്ടൊന്ന് ചെയ്തപ്പോൾ തന്നെ അത് നല്ല പൊടി പോലെയായി, പൗഡർ പോലെയായി. അപ്പോൾ ഇതിങ്ങനെ ഒത്തിരി ഇലയൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് കൊഴിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ അത് എടുത്ത് ഉണക്കി വയ്ക്കും. എന്നിട്ട് നമ്മുടെ സൗകര്യം പോലെയൊക്കെ നമുക്ക് എണ്ണ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. വളരെ നല്ല യൂസ്ഫുൾ ആട്ടോ മുടിക്കൊക്കെ. അപ്പോൾ ഇതാണ് നീലയമരിയുടെ തൈ എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഇതിങ്ങനെ അത്യാവശ്യം പൊക്കമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ശിഖരങ്ങൾ ഒത്തിരി ഉണ്ടാവും. ഒരുപാട് ഹൈറ്റിൽ പോവില്ല, എന്നാൽ ചെറിയൊരു തൈ ആണെങ്കിലും അതിലൊത്തിരി ശിഖരങ്ങൾ ഉണ്ടാവും. എന്നിട്ട് അതിൽ നിറയെ ഇലകളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ഇലയിൽ ആ ഒരു തണ്ടിൽ ഒരു 10-13 ഇല ഉണ്ടാവും. അങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഇതിൽ 13 ഇലയൊക്കെ ഉണ്ടാവും. അപ്പോൾ നീലയമരി കണ്ടുപിടിക്കാനുള്ള മെയിനായിട്ടുള്ളൊരു അടയാളം അതാണ്. പിന്നെ ഇതുപോലെ ചെറിയ വട്ടത്തിലുള്ള ഇലകളായിരിക്കും. അപ്പോൾ ഇതിൽ കായും പൂവൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ കായൊന്നും ഉണ്ടായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തന്നെ ഞാൻ കൊമ്പ് വെച്ച് പിടിപ്പിച്ചതാണ് ഈ കാണുന്നത്. ചെറിയ കൊമ്പൊക്കെ നമ്മൾ വച്ച് പിടിപ്പിച്ച് അത് പിടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും അങ്ങനെ പിടിക്കാൻ ചാൻസ് കുറവാണെന്ന്. പക്ഷേ ഞാനിങ്ങനെ നട്ട് നോക്കിയപ്പോൾ പിടിച്ചിട്ടുണ്ട്. ചെറിയ തൈകളും ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഒത്തിരി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഒരു തവണയൊക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഇലകളൊക്കെ കിളിർത്ത് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ ഞാനൊരു പിടിപ്പിച്ചൊരു തണ്ടാണിത്. ഇതിലും നന്നായിട്ട് ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ചെറിയ വട്ടത്തിലുള്ള ഇലകളാണിത്. ഒരു ഇലയിൽ തന്നെ ഒരു 13 ഇല ഒക്കെ ഉണ്ടാവും കേട്ടോ, ഒരു തണ്ടിൽ, ചെറിയ തണ്ടിൽ. അങ്ങനെ അത് കണ്ടുപിടിക്കുക നമ്മൾ ഈ നീലാമരി ആണോ അല്ലയോ എന്ന്. പിന്നെ ഒരു നീല കളറായിരിക്കും കേട്ടോ. ഇല അരച്ച് കഴിയുമ്പോഴൊക്കെ ഒരു നീല കളറായിരിക്കും. എണ്ണ കാച്ചി കഴിയുമ്പോഴും നീല കളറായിരിക്കും. അപ്പോൾ നീലാമരിയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാം കേട്ടോ. നമുക്കെന്നും അത്യാവശ്യമുള്ളൊരു ഇലയാണിത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല വെയിലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ വലിയ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക, പിന്നെ അവിടെ നിന്നങ്ങ് വലുതായിക്കോളും. പ്രത്യേകിച്ച് അതിന് വളമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കും, പിന്നെ തന്നെ അവിടെ നിന്നോളും. പ്രത്യേകിച്ച് അതിനൊരു കെയർ അങ്ങനെയൊന്നും ആവശ്യമില്ലാത്തൊരു ഇലയാട്ടത്. അപ്പോൾ പുറത്തും കടയിലൊക്കെ നല്ല കോസ്റ്റ്ലിയാണിത്. നീലാമരിയുടെ തൈയും തണ്ടുമൊക്കെ, ഇലകളൊക്കെ. പിന്നെ നീലാമരി പൊടിയും നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും.
അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ തൈയൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ വെച്ച് പിടിപ്പിക്കുക. മുടി നരയ്ക്കും, നര മാറാനും മുടി നന്നായിട്ട് കറക്കാനും മുടി വളരാനും ബെസ്റ്റായിട്ടുള്ള ഒരു ഇലയാട്ടത്. അപ്പോൾ ഈ ഇല എടുത്ത് ഉണക്കി നമുക്ക് പൊടിച്ച് അതിൻ്റെ പൊടിയും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡയറക്റ്റ് എണ്ണയൊക്കെ കാച്ചുമ്പോൾ കറ്റാർവാഴയും ഈ ഇലയും വേപ്പിലയും ഉള്ളി ഉലുവ ഇതൊക്കെ അരച്ച് നമുക്ക് എണ്ണ കാച്ചാം. 2 രീതിയിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത്. അപ്പോൾ നീലാമരി ഇൻഡിഗോ പ്ലാന്റ് എന്നും ഇതിനെ പറയും കേട്ടോ, നീലച്ചെടി എന്ന് പറയും. അപ്പോൾ ഒത്തിരി പേരുകളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൽ ചെറിയൊരു റോസ് കളർ പൂവും ഉണ്ടാവും. ഇതുവരെ കായ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ നീല കളറ് ഒരു പിങ്ക് കളറ് പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൽ. നീലമരിയുടെ ഇല നമുക്ക് ഉണക്കി പൊടിച്ച് വെച്ച് ഒത്തിരി നാളത് നിൽക്കും കേട്ടോ. നമുക്കൊരു കണ്ടെയ്നറിലാക്കി ഒരു ചെപ്പിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ എണ്ണ കാച്ചുന്ന നേരത്തൊക്കെ നമുക്കതെടുത്ത് യൂസ് ചെയ്യാം. പിന്നെ നീലമരി ഇല പൊടിയുടെ കൂടെ തന്നെ നെല്ലിക്ക പൊടിയും നമുക്ക് എണ്ണ കാച്ചുന്നതിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു തവണ എടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിരിക്കുന്ന ഇലകളാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ നിറയെ ഇലകൾ ഉണ്ടാവും കേട്ടോ ഈ ചെടിയിൽ. കണ്ടോ, ഒത്തിരി ശിഖരങ്ങളുണ്ടാവും. അതിലെല്ലാം നല്ല ചെറിയ ചെറിയ ഇലകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഇല കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഒരു യെല്ലോ കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഇലകളൊക്കെ പറിച്ച് വെയിലത്തിട്ട് ഉണക്കാം. ഒരു 2 ദിവസമൊക്കെ ടെറസിൻ്റെ മുകളിലോ വാർക്കയുടെ മുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത് ചെറിയ നൈസായിട്ടുള്ള ഇലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമുക്കൊരു പൊടി പരുവത്തിലൊക്കെ കിട്ടും. അപ്പോൾ നീലമരി ഇല ഇൻഡിഗോ പ്ലാന്റ് എന്നും പറയും. ഇത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കാച്ചുന്നതിനൊക്കെ ഒത്തിരി ഉപയോഗപ്പെടും. കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എണ്ണകളിലൊക്കെ ഉള്ള മെയിനായിട്ടുള്ളൊരു ഐറ്റമാണിത്, നീലമരി ഇല. നീലഭൃങ്ങാതി വെളിച്ചെണ്ണയിലൊക്കെ മെയിനായിട്ടുള്ളൊരു കണ്ടൻ്റാണിത്. അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഇലയാട്ടത്. നിങ്ങൾക്ക് ഹെയറിന് പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇല കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നമില്ല. കടയിൽ നമുക്ക് നീലമരി ഇലയുടെ പൊടി പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നീലമരി ഇലയും അതിൻ്റെ പ്ലാന്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, വളരെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക.